എല്ലാവർക്കും നമസ്കാരം. അരമണിക്കൂറായിട്ടും വണ്ടി ഫ്രണ്ടിൽ നിന്ന് പോകാത്തതുകൊണ്ട് മൊബൈൽ കളിച്ച് മടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വന്ന് നോക്കിയാണ് ഞാനും മോനായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞുമോനിക്ക ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് താത്ത കൊടുത്തു വിട്ടാണ്. അപ്പോൾ അതേ സൈനുക്ക ഒരു ഗ്ലാസ് ചായ കാട്ടി എന്നിട്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പലപ്പോഴും ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും സമയം കിട്ടാറില്ല. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കേണ്ടവരാണ്. അപ്പോൾ അവർക്ക് വീട്ടുകാർ മുൻകൈ എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു വിടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ. ചില ദിവസങ്ങൾ സ്റ്റാൻഡിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഓട്ടം വളരെ മോശമായിരിക്കും. ഇത് ഞങ്ങളുടെ ഫാഷൻ ഫ്രൂട്ടാണ്, കോവയ്ക്കാണ്, എന്താണെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോഴും. സംഭവം പടർന്ന് അങ്ങോട്ട് കയറണുണ്ട് ആൾ. പക്ഷേ ചെറിയ ചീവ് വന്നിട്ടുണ്ട്. ഈ ഗ്യാസ് വണ്ടിക്കാരുടെ അടുത്ത് എടുക്കാനുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 3-4 ആഴ്ചയിലെ അടവുള്ളവർ ഈ ഡൗൺ പേയ്മെൻറ്റും കുറച്ചിട്ട് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ 2-3 മാസം നിങ്ങൾക്ക് ഓടിക്കാം, അല്ലെങ്കിൽ ഏറി വന്നാൽ ഒരു 5 മാസം, അതിനപ്പുറം ഈ വണ്ടി കൊണ്ടിട്ട് കൊടുക്കേണ്ടി വരും. അത്യാവശ്യം ഡൗൺ പേയ്മെൻ്റൊക്കെ കൊടുത്ത് അത്യാവശ്യം എന്താ പറയുക അടവ് കുറച്ചൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ വണ്ടി കൊണ്ട് പ്രയോജനമുള്ളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ കുറേ ആയി ഞങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയിലാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു വിളിയോട്ടം വന്ന്. വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അത്യാവശ്യം ലോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശാന്തസുന്ദരമായ എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലം, നല്ല കാറ്റും കുളിർമയുള്ള സ്ഥലമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോൾ നല്ലൊരു ആശ്വാസം തോന്നി. വൈകുന്നേരം സ്റ്റാൻഡിലേക്ക് വന്നപ്പോൾ ആകെ മൊത്തം ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പാൾ വൈകുന്നേരം ഒന്ന് ഓടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് ഗുരുവായൂർ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഈ സങ്കടങ്ങളൊക്കെ മാറ്റാനായിട്ട് കണ്ണൻ്റെ അടുത്തൊന്ന് പോയി പ്രാർത്ഥിക്കാമെന്ന് ഓർത്തപ്പോൾ അത് 2 ഗജവീരന്മാരവിടെ ഉണ്ട്. ഇവരുടെ പേരൊന്നും എനിക്കറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് സംഭവം അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഒരുത്തന് ഇത്തിരി കുറുമ്പാണ്, ഇവൻ അനങ്ങാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ കണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടേക്ക് വന്ന് തൊഴുത് വന്നപ്പോഴത്തേക്കും മനസ്സിന് എന്തെന്നില്ലാത്തൊരാശ്വാസം. എല്ലാ പ്രശ്നങ്ങളും കൃഷ്ണൻ മാറ്റട്ടെ എല്ലാവരെയും, എൻ്റെ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂട്ടുകാരെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഭഗവാൻ എല്ലാവരെയും പ്രശ്നങ്ങളൊക്കെ മാറ്റി ദുരിതങ്ങളൊക്കെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.